പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് എല്ലാവരും കണ്ടതല്ലേ എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ നടന്നു എന്നുള്ളതെല്ലാം സർക്കാർ പരിശോധിക്കും. ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നും രാജീവ് ആവശ്യപ്പെട്ടു. സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്ക് എല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെന്റ് വിക്ടിംസിനെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെന്റ് നോക്കും. ആർ.ബി. സനൂപ് വിവരണമായി ചേരുന്നു. സനൂപ്, എന്താണ് രാജീവ് പറഞ്ഞത്? ജിംസ്, പെഹൽഗാമിലെ ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അതിന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മറുപടി അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നത് എല്ലാവരും കണ്ടതല്ലേ എന്നുള്ള കാര്യമായിരുന്നു. ഈ പറയുന്ന പോലെ പാകിസ്ഥാനിൽ നിന്നടക്കം തീവ്രവാദികൾ വന്ന് അവിടെ ഈ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിൽ അതിൽ എന്തൊക്കെ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും CPM അടക്കം രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ചത്. അതിനുള്ള മറുപടി കൂടി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ MA ബേബിയോ റോബർട്ട് വദ്രയോ അല്ലെങ്കിൽ BD സതീശനോ ഒന്നുമല്ല ഈ സുരക്ഷയുടെ കാര്യം തീരുമാനിക്കേണ്ടത്. ഇവരാരും സുരക്ഷാ ഉപദേഷ്ടാക്കളല്ലല്ലോ, സുരക്ഷാ വിദഗ്ധരല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എല്ലാവരും ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണം എന്നുള്ള കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇത്ര നിർബന്ധമാണ് ഈ സുരക്ഷയുടെ കാര്യം പരിശോധിക്കണമെങ്കിൽ അവർക്ക് യൂണിഫോം നൽകാം, അവർ നേരിട്ട് കാശ്മീരിൽ പോയി ഇതെല്ലാം പരിശോധിക്കട്ടെ എന്നുള്ള പരിഹാസം കൂടി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അജിംസ്.